The correct statement from the following. In connection-oriented service, the destination address is to be specified only during the setup. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റാണിത്. കാരണം കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസിൽ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യേണ്ടി വരുന്നത് സെറ്റപ്പ് ടൈമിൽ മാത്രം തന്നെയാണ്. ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസിൽ ഒരു കണക്ഷൻ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ആവുന്നത് സെൻഡറും റിസീവറും ഇടയിലാണ്. ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് സെറ്റപ്പ് ഫേസിന് മുമ്പായി സ്പെസിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി സ്റ്റേറ്റ്മെൻറ്റ് ബി, പാക്കറ്റ് സീക്വൻസിങ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് ഇൻ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ്. ഇത് തെറ്റാണ്. കാരണം കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസസ് ലൈക്ക് TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, പാക്കറ്റ് സീക്വൻസിങ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പാക്കറ്റ്സ് കറക്റ്റ് ഓർഡറിലാണ് ഡെലിവറി ചെയ്തതെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി Statement C, flooding is a method in which every incoming packet is sent out on every outgoing line except the one by which it arrived. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഫ്ലഡിങ് ഒരു നെറ്റ്വർക്ക് റൂട്ടിംഗ് ടെക്നിക്കാണ്. ഇത് പാക്കറ്റ്സ് മൾട്ടിപ്പിൾ പാത്ത്സ് വഴി അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയെന്ന് എൻഷുർ ചെയ്യുന്നു. അപ്പോൾ ഫ്ലഡിങ് മെത്തേഡിൽ എല്ലാ ഇൻകമിങ് പാക്കറ്റ്സും ഔട്ട് ഗോയിങ് ലൈനിലോട്ട് പോവും, അതിലോട്ട് സെൻഡ് ഔട്ട് ചെയ്യും. അത് വന്ന ഒരു ലൈൻ അല്ലാത്ത എല്ലാത്തിലോട്ടും സെൻഡ് ഔട്ട് ചെയ്യും. Statement D, presentation layer perform detection and recovery from errors in the transmitted data. Choose the correct answer. Okay. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. എറർ ആൻഡ് റിക്കവറി സാധാരണ ഹാൻഡിൽ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്, പ്രസൻറ്റേഷൻ ലെയറിലല്ല. ഓക്കെ. പ്രസൻറ്റേഷൻ ലെയർ റെസ്പോൺസിബിലിറ്റീസ് ഡാറ്റ ട്രാൻസ്ലേഷൻ, എൻക്രിപ്ഷൻ, കംപ്രഷൻ തുടങ്ങിയവയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് A and C ആണ്.